പാലക്കാട് പുതുശ്ശേരിയിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. വടക്കേത്തറ സ്വദേശി രാധാകൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തത്. വിഷം കഴിച്ച രാധാകൃഷ്ണൻ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, എന്താണ് രാധാകൃഷ്ണനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്? അനിൽ നമ്പ്യാർ, കടബാധ്യതയാണ് രാധാകൃഷ്ണൻ എന്ന ഒരു കർഷകന്റെ മരണത്തിലേക്ക് കൂടെ വഴിവെച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് പുതുശ്ശേരി വടക്കേത്തറ സ്വദേശിയായ രാധാകൃഷ്ണൻ മരിച്ചത്. കഴിഞ്ഞ 5-ാം തീയതി ഇദ്ദേഹം കടബാധ്യതയെ തുടർന്ന് വിഷം കഴിച്ച് ചികിത്സയിൽ കഴിയുകയായിരുന്നു. തുടർന്നാണ് അല്പസമയം മുൻപ് മരണം സംഭവിച്ചിരിക്കുന്നത്. 2 ബാങ്കുകളിലായി 6 ലക്ഷം രൂപയോളം ഇദ്ദേഹത്തിന് കടമുണ്ട് എന്നുള്ളതാണ്. ഈ കടം വലിയ രീതിയിൽ കൂടുകയും ഒപ്പം പുതുതായി കൃഷി ഇറക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വരികയും ചെയ്തു എന്നുള്ളതാണ്. പ്രദേശവാസികൾ ചേരുകയാണ്. എന്താണ് സംഭവിച്ചത്? അദ്ദേഹം അടുത്ത കൃഷിക്കാരെല്ലാം കൃഷി ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് കൃഷി ചെയ്യാനുള്ള സാമ്പത്തിക പ്രശ്നം വന്നു. അത് കാരണം ആ മനോവിഷമത്തിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. അത് 5-ാം തീയതി രാത്രി ശ്രമിച്ചു. ഇത്ര ദിവസം ചികിത്സയിൽ ജില്ലാസ്പത്രി ചികിത്സയിലായിരുന്നു. ഇന്നാണ് ഉച്ചക്കലാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത്. കടം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സപ്ലൈകോയിലൊക്കെ പൈസ അളന്നു വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. 5-6 മാസം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്തു. അത് അന്ന് ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്ത് ആ കടങ്ങളൊക്കെ തീർത്തു. ഇപ്രാവശ്യം വിളയിറക്കാനുള്ള പൈസയില്ല. മകൻ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി പോകുന്നുണ്ട്. അവൻ്റെ അടുത്തും സഹായം ചോദിച്ചപ്പോൾ ശമ്പളം കിട്ടിയിട്ട് എന്തെങ്കിലും നോക്കാച്ചാ പറഞ്ഞു. അതുവരയ്ക്ക് പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ ഒരു എന്താ പറയുക, മാനസിക പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കർഷകൻ അത് കൃഷിയും കൊണ്ട് ജീവിക്കുകയാണ്. ആ കൃഷി തന്നെ ഏത് സമയം ആനയും പന്നിയും എല്ലാം ഇതിനെ അതിജീവിച്ചിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രി അടക്കം ആനയ്ക്ക് കാവലിരുന്ന് അങ്ങനെ കൃഷി മാത്രമായിട്ട് കൃഷിയെ സ്നേഹിച്ച ഒരു കർഷകനായിരുന്നു. കൃഷി അല്ലാതെ വേറെ ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ആ കൃഷി ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്വന്തം പൈസ ഇല്ലാതെ പൂട്ടാനടക്കം കാശില്ലാതെ ഒരു അവസ്ഥ വരിക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അത് അപ്പുറത്തെ കർഷകരൊക്കെ കൃഷി ഇറക്കി കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ഇറക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ അല്ലേ? അതായത് ഇപ്പോൾ അവരൊക്കെ നട്ട് കഴിഞ്ഞാൽ ആ ഒരു ബുദ്ധിമുട്ടും വരും. പിന്നെ മാനസികമായിട്ട് എന്താ എല്ലാവരും മറ്റുള്ള കർഷകർ ചോദിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ കടമാണ്, എനിക്ക് പൈസ ഇല്ല. അവരൊക്കെ വലിയ നേരത്തെയൊക്കെ അച്ഛനൊക്കെ വലിയ ജമ്മികൾ വലിയ കർഷകരൊക്കെ ആയിരുന്നു. ഇപ്പം മക്കളെല്ലാം വേദിച്ചപ്പോൾ കുറേശ്ശെ കൃഷി ചെയ്താണ്. നേരത്തെ വലിയ ജമ്മികൾ വലിയ കർഷകരായിരുന്നു. അപ്പോൾ ആ ഒരു ഈഗോ പ്രശ്നവും കൂടിയുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് പൈസ ഇല്ലാതെ ഇറക്കാൻ പറ്റില്ല എന്ന് തുറന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അയാളെ ഇതിലേക്ക് തള്ളിവിടാൻ കാരണം. സ്വന്തമായി അല്ലെങ്കിൽ അടുത്തുള്ളവരുടെ അടുത്തെങ്കിലും ഈ കാര്യം പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ സഹായിക്കുകയായിരിക്കാം. പക്ഷേ ആ ഒരു പുറത്ത് പറയാനുള്ള മാനസികാവസ്ഥയിലല്ല. അത് അങ്ങനെ കുറഞ്ഞ് കാണാൻ അല്ലെങ്കിൽ ഞാൻ ചെറുതാണ് എന്ന് കാണാനുള്ള മാനസികാവസ്ഥ എത്ര വിഷമമുണ്ടെങ്കിലും അടക്കി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. സപ്ലൈകോയ്ക്ക് നെല്ല് അളന്നിട്ടില്ല അല്ലേ? ഇപ്രാവശ്യം അളന്നിട്ടില്ല. അപ്പോൾ പൈസ കിട്ടാൻ വൈകുമെന്നുള്ള കാരണത്തിലാണ്. ഓപ്പൺ മാർക്കറ്റിൽ 4 രൂപ കുറച്ച് പൈസ കമ്മിയാണെങ്കിലും ആ സ്പോട്ടിൽ പൈസ കിട്ടും. അപ്പോൾ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാം. ആ ഒരു ഉദ്ദേശത്തിലാണ് ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കാൻ കാരണം. തന്നെയാണ് അനിൽ നമ്പ്യാർ പറയുന്നത് വെച്ചാണെങ്കിൽ വലിയ ഒരു ദുഃഖത്തിലായിരുന്നു ഈ കർഷകൻ എന്നുള്ളതാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ സപ്ലൈകോയ്ക്ക് നെല്ലളന്ന് ഇനിയും പൈസ ലഭിക്കാത്ത അനവധി കർഷകർ ഉണ്ട്. അത്തരത്തിലുള്ള കർഷകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല കർഷകരും ഈ സംസ്ഥാന സർക്കാർ സപ്ലൈകോ ഇങ്ങനെ നെല്ലിൻ്റെയൊക്കെ പൈസ നൽകാതെ ഇവരെ വട്ടം തിരിച്ചുകൊണ്ടേയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ കൊടുക്കുന്നത്. 28 രൂപയാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുന്നത്. സംസ്ഥാന സർക്കാർ നെല്ല് സംഭരിക്കുന്ന തുക കേന്ദ്രവിഹിതം ഉൾപ്പെടെ ചേർത്താണ് 28 രൂപയ്ക്ക് നെല്ല് സംഭരിക്കുന്നത്. പക്ഷേ പിന്നീട് ഈ ഓപ്പൺ മാർക്കറ്റുകാർ ഇത് കൃത്യമായിട്ട് സംസ്ഥാന സർക്കാർ നൽകാതെ വന്നപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ഇവരിൽ നിന്നും നെല്ല് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. 20 രൂപയ്ക്കും 18 രൂപയ്ക്കും 19 രൂപയ്ക്കും ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് അവരിൽ നിന്നും കർഷകരിൽ നിന്നും നെല്ല് വാങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കർഷകൻ അത്തരത്തിൽ കുറഞ്ഞ വിലയ്ക്ക് നെല്ല് വിൽക്കുകയാണ് ചെയ്തത്. കാരണം സംസ്ഥാന സർക്കാരിന് നെല്ല് അളന്നിട്ട് കാര്യമില്ല, പൈസ ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുറത്ത് ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്തു. ആ ഓപ്പൺ മാർക്കറ്റിൽ കൊടുത്ത നെല്ലിൻ്റെ തുക ലഭിച്ചപ്പോൾ ആ തുക ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് കടമൊക്കെ അദ്ദേഹം വീട്ടി. പക്ഷേ അതിനുശേഷം പിന്നീട് പുതിയ 1-ാം വിള കൃഷി ഇറക്കുന്നതിന് വേണ്ടി കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം വന്നു. തൊട്ട് അപ്പുറത്തൊക്കെ ഉള്ള കർഷകരെല്ലാം കൃഷിപ്പണികൾ ചെയ്യുമ്പോൾ തൻ്റെ വയലിൽ മാത്രം കൃഷി ഇറക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ദുഃഖം, ആ വേദനയിലാണ് കർഷകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് വീണ്ടും ഒരു കർഷക ആത്മഹത്യ കൂടി റിപ്പോർട്ട് ചെയ്യുകയാണ്. കർഷകർ ഏതു വിധേനയും ജീവിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലായി മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് എന്നുള്ളതാണ്. സംസ്ഥാനത്ത് കർഷക ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നു. പാലക്കാട് പുതുശ്ശേരിയിൽ
കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു. വടക്കേത്തറ സ്വദേശി രാധാകൃഷ്ണനാണ് ആത്മഹത്യ ചെയ്തത്. വിഷം കഴിച്ച രാധാകൃഷ്ണൻ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.